ഹലോ ഹായ്, ഞാൻ ഉണ്ണികൃഷ്ണനാണ്. നമ്മളൊരു ഫ്രണ്ട് 80 രൂപയ്ക്ക് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് ഒരെണ്ണം ഇന്നൊന്ന് വാങ്ങിച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ തന്നെയാണ്. വട്ടിയൂർക്കാവ് ജുമാ മസ്ജിദിന് നേരെ ഓപ്പോസിറ്റാണ് മനോജിൻ്റെ തട്ടുകടയാണ് കേട്ടോ. ഞാൻ മുമ്പ് പരിചയപ്പെടുത്തിയിട്ടുള്ള കടയാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് അവർ നെയ്ച്ചോറും ബിരിയാണിയും പൊതിച്ചോറൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ പൊതിച്ചോറാണ് ഞാനിന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് എങ്ങനെയുണ്ടെന്ന് വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുപോയി കഴിച്ചു നോക്കാം. കുറച്ച് നാളായിട്ടുള്ള കേട്ടോ മനോജ് ഉച്ചയ്ക്കുള്ള ഈ ഒരു പരിപാടി തുടങ്ങിയിട്ട്. ബിരിയാണിയും നെയ്ച്ചോറും പൊതിച്ചോറാണ് കൊടുക്കുന്നത്. ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. തമ്പീസ് തട്ടുകട എന്ന് പറഞ്ഞാലേ വട്ടിയൂർക്കാവിൽ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനൊരു പൊതിച്ചോറ് വാങ്ങി. പൊതിച്ചോറിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ എടുത്തു വെച്ചത് സേമിയ പായസമാണ്. അതുപോലെ തന്നെ മീൻകറിയുണ്ട്, പിന്നെ ഒരു എരിശോരി കറിയുണ്ട്, പിന്നെ മോര് കറിയുണ്ട് കേട്ടോ. ആ ഒരു പൊതിക്കുള്ളിൽ ഒരുപാട് കറികൾ വെച്ചിട്ടുണ്ട്. ഒരു തോരനുണ്ട്, അതുപോലെ തന്നെ അച്ചാറുണ്ട്, പിന്നെ ഒരു വറുത്ത മീനുണ്ട് കേട്ടോ. അത്യാവശ്യം വലിയൊരു പീസ് തന്നെയാണ്. പിന്നെ ഒരു തൈര് മുളക്, അതുപോലെ തന്നെ മുട്ട ഒരു ഹാഫ് പോർഷൻ വെച്ചിട്ടുണ്ട്. നല്ല ചോറാണ് കേട്ടോ, നല്ല വിലയേറിയുടെ ചോറാണ്. പിന്നെ കുറച്ച് ചമ്മന്തിയും കൂടെ വെച്ചിട്ടുണ്ട്. ആദ്യം ചോറിൻ്റെ കൂടെ മീൻകറി ഒഴിച്ച് തന്നെ കഴിക്കാമെന്ന് വിചാരിച്ചു. ലേശം മീൻകറി ഒഴിച്ച് അതിൻ്റെ കൂടെ കുറച്ച് ചമ്മന്തി, കുറച്ച് കീര തോരനാണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ലേശം വറുത്ത മീനും കൂടെ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല ഉരുളയാക്കി കഴിക്കണം കേട്ടോ. പൊതിച്ചോറ് അങ്ങനെ വേണം കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. കറികളെല്ലാം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നുണ്ടായിരുന്നത് ഒരു എരിശ്ശേരി കറിയാണ്, സാമ്പാർ ഇന്നില്ലായിരുന്നു. അപ്പോൾ എരിശ്ശേരി കറിയും ലേശം ഒഴിച്ച് കുറച്ച് മുട്ടയും വറുത്ത മീനും ചമ്മന്തി എല്ലാം കൂടെ മിക്സ് ചെയ്ത് വീണ്ടും ഒന്ന് കഴിച്ചു കേട്ടോ. നല്ല രുചിയുണ്ടായിരുന്നു. കറികളെല്ലാം അടിപൊളിയായിട്ടുണ്ട്. 80 രൂപയ്ക്ക് നിങ്ങൾക്ക് പായസം കൂടെ കൂട്ടി ഊണ് കഴിക്കണമെങ്കിൽ നമ്മുടെ വട്ടിയൂർക്കാവ് മനോജിൻ്റെ കടയിൽ വരാം. പൊതിച്ചോറ് കഴിച്ച് അവസാനം ചെറിയ ചൂടിലുള്ള പാൽപ്പായസം കൂടെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, പൊളി.